ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് പറയുക. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അപ്പോൾ സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അങ്ങനെ രേവതിക്കുട്ടി എല്ലാ സത്യങ്ങളും ഗ്രേസമ്മയോട് പറയാണ്. അലീനയുടെ സ്വന്തം അമ്മയുടെ കൂടെയാണ് അലീന ഇപ്പോൾ താമസിക്കുന്നത് എന്നുള്ള സത്യം രേവതിക്കുട്ടി ഗ്രേസമ്മയെ അറിയിക്കുകയാണ്. ഗ്രേസമ്മ അത് കേട്ട ആ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്രേസമ്മ വന്നിട്ട് മാമച്ചായനോട് ഈ കാര്യം പറയുമ്പോൾ മാമച്ചായൻ വിശ്വസിക്കുന്നില്ല. ചുമ്മാ മണ്ടത്തരം എഴുന്നള്ളിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരല്ലേ എന്നാണ് മാമച്ചായൻ പറയുന്നത്. മണ്ടത്തരമല്ല മാമച്ചായ, സത്യമാണ് പറയുന്നത്. നിന്നോട് ആര് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അവൾ നിന്നെ വല്ല കളിപ്പിക്കാനും പറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ അല്ല മാമച്ചായ, സത്യമാണ് എന്ന് പറഞ്ഞിട്ട് പണ്ട് എങ്ങനെയാണ് അലീന ഇങ്ങനെ കൊല്ലപ്പള്ളിയിലും കടപ്പാട്ടൂരും ഒക്കെ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ, അതായത് ബിജിത്ത മമ്മി മരിക്കാൻ ആയിട്ടുള്ള പോകുന്ന ആ ഒരു സിറ്റുവേഷനും അസുഖം വന്നതും മരിക്കുന്നതും അതിനിടക്ക് കൊല്ലപ്പള്ളിയിൽ പോയിട്ട് മുത്തശ്ശിനെ കാണുന്നതും മുത്തശ്ശൻ മനുവിനെയും കൂട്ടിയിട്ട് അലീനയെ കാണാൻ വരുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം മുത്തശ്ശൻ മരിച്ചതിന് ശേഷം അലീനയെ കൊണ്ടുവരാനായിട്ട് ബാലചന്ദ്രൻ മേനോനെയും കൂട്ടി മനു പോകുന്നതും കൂട്ടിക്കൊണ്ടുവരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാമച്ചായനോട് പറയാണ്. പക്ഷേ എനിക്ക് ആ സ്ത്രീയെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ദേഷ്യം തോന്നുന്നു മാമച്ചായ. ഇനിയിപ്പോൾ സ്വന്തം മകളാണെന്ന് അറിയില്ലായിരിക്കാം, എന്നാലും ഒരു സ്ത്രീയല്ലേ അവർ, സ്വന്തം മകളുടെ പ്രായമല്ലേ അവൾക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു പരിഗണന കൊടുത്തൂടെ? എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത്. അത് മാത്രമല്ല മാമച്ചായ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അലീനയ്ക്ക് എങ്ങനെയാണ് അപകടം പറ്റിയത് എന്നുള്ളത്. രേവതിക്കുട്ടി അത് നമ്മളടുത്ത് നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് വിഷമമായതുകൊണ്ട് അലീന പറഞ്ഞതാണ് ആരോടും പറയണ്ട എന്നുള്ളത്. ഇപ്പോൾ അലീന തന്നെ അത് മനുവിനോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ വൈജയന്തിയോടും ആ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ അവരുടെ മകനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും നന്നായിട്ട് പെരുമാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അലീനയെ സ്വയം ഒഴിഞ്ഞു പോവാൻ നിർബന്ധിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം അവരിനി പുറത്താക്കുന്ന സമയത്ത് ഈ ബാലചന്ദ്രൻ സാറും അതുപോലെ മനുവും ഒക്കെ കയറി ഇടപെടുകയും അതിനെ എതിർക്കുകയും ചെയ്യുമല്ലോ. അപ്പം അത് ഭയന്നിട്ടാണ് അവരിങ്ങനെ അലീനയോട് സ്വയം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞേക്കുന്നത്. അലീന അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചത്തെ സാവകാശം ചോദിച്ചേക്കുകയാണ്. ആ മുറിവൊക്കെ ഒന്ന് ഉണങ്ങാനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്രയൊന്നും അവൾ നിൽക്കുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാൽ മതി, 2 ദിവസം കഴിയുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് പോരുമായിരിക്കും എന്നൊക്കെ പറയാണ്. നമുക്കെന്നാലും ഒരു കാര്യം ചെയ്താലോ മാംചായ, അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് നല്ല കാര്യമാണ്, എന്നാൽ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 പേർക്കുള്ള ജോലിയുടെ ആവശ്യമൊന്നും ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറയണം മാമച്ചാൻ. ഇവിടെ ജോലി വേണ്ട മാമച്ചായ, അവൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ വല്ല ഹോസ്റ്റലിലോ താമസിച്ചിട്ട് നമ്മുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒക്കെ കടകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാമല്ലോ. പിന്നെ അങ്ങനെ അവൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കുകയും ചെയ്യാം. ആ എന്താ പറയുക, കാട്ടിൽ കിടക്കുന്ന നേരം കൊണ്ട്, ഒരു കാട്ടുമുക്കാണ് ആ ഒരു സ്ഥലം, അവിടെ കിടക്കുന്ന നേരം കൊണ്ട് ഇവിടെ ടൗണല്ലേ, നമ്മുടെ എറണാകുളം എന്ന് പറഞ്ഞ ടൗണല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് അവസരങ്ങളും കിട്ടും എന്ന് പറയാണ് ഗ്രേസമ്മ. അത് ശരിയാണ്, അവിടെ കിടക്കുന്ന നേരം കൊണ്ട് അവൾ ഇവിടെ വരികയാണെങ്കിൽ അവൾ രക്ഷപ്പെട്ടു പോകും. പക്ഷെ അവൾക്ക് അവിടെ നിൽക്കാനാ മാംസായ ഇഷ്ടം. കാരണം സ്വന്തം അമ്മയുടെ കൂടെയും സഹോദരങ്ങളുടെ ഒക്കെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം എന്നാണ് രേവതിക്കുട്ടി പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞയക്കുന്നത് കൊണ്ട്, പോകാൻ പറഞ്ഞത് കൊണ്ട് ഇനി പോവില്ലാതെ വേറെ വഴിയുമില്ല, അതുകൊണ്ടാണ് അവൾ പോരുന്നത് എന്ന് പറയണം. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ, അവർക്കിട്ട് നല്ലൊരു പണി കൊടുത്താലോ, അലീനയ്ക്ക് തന്നെ സാധിക്കും എന്ന് പറയട്ടോ. എന്താ മാമച്ചായൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട്, ഞാനൊരു കാര്യം പറയാം. അലീന ഏതായാലും അവിടെ നിന്ന് പോരല്ലേ, ആ സ്ത്രീ ആണെങ്കിൽ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, വളരെ വൃത്തികെട്ട രീതിയിലല്ലേ, മോശമായിട്ടല്ലേ അലീനയോട് പെരുമാറുകയും സംസാരിക്കുകയും അവളെ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിട്ടൊരു നല്ല പണി കൊടുത്തിട്ട് അലീന അവിടെ നിന്ന് പോരാവൂ എന്ന് പറയട്ടോ. മാമച്ചായൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അലീനയോടുണ്ടല്ലോ എല്ലാ സത്യങ്ങളും ആ ബാലചന്ദ്ര സാറിനെ വിളിച്ച് അറിയിക്കാൻ പറ. ബാലചന്ദ്ര സാറിനോട് എല്ലാ സത്യങ്ങളും പറയണം. അവരുടെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മകളാണ് ഞാൻ എന്നുള്ള സത്യം അലീന അദ്ദേഹത്തോട് പറയട്ടെ. പിന്നീട് ബാക്കി അദ്ദേഹം നോക്കിക്കോളും. അലീന പോന്നതിന് ശേഷം അവിടെ ആ സ്ത്രീ വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ, മാമച്ചായൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, ബാലചന്ദ്ര സാർ അത് അറിയുന്നത് നല്ലതൊക്കെ തന്നെയാണ്, അപ്പോൾ അവർ കുറച്ച് ഒതുങ്ങുകയും ചെയ്തോളും എന്നൊക്കെ പറയണം. പക്ഷേ അങ്ങനെയൊന്നും നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? ആ ബ്രിജിത്ത മമ്മി ഉണ്ടല്ലോ, അവരെ നോക്കി വളർത്തിയ മമ്മിയില്ലേ, അത് അലീനയോട് വാക്ക് മേടിച്ചിട്ടുണ്ട്, സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും അവളായിട്ട് ആ വീട്ടിൽ ആരോടും അവൾ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തില്ല എന്ന്, അവളായിട്ട് ആ കുടുംബം മുറിച്ചു മാറില്ല, കുടുംബം കലക്കില്ല എന്ന്
ഉള്ള സത്യം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ അത് രക്ഷയില്ല, പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒന്നും ചെയ്യാനില്ല, അവൾ പോരുകയാണെങ്കിൽ പോരട്ടെ, അവർക്ക് അങ്ങനെ ഒരു നല്ല മകളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമില്ല, അത്ര തന്നെ എന്ന് പറയണം. അത് ശരിയാണ്. പിന്നീട് അവർ സംസാരിക്കുന്നത് ഷെറിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്തായാലും നാളെ നമുക്ക് ഷെറിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ, നാളെ പോയിട്ട് അവിടെ എന്ത് പറയും, എന്ത് ചോദിക്കും മാമച്ചായ, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറയണം. രേവതിക്കുട്ടിയല്ലേ പറഞ്ഞത്, ഏതോ ഒരു അവളുടെ വല്യപ്പച്ചനെ കാണാൻ പോയിട്ട് വരുമ്പോൾ കയറിയതാണെന്ന് പറയാം, അങ്ങനെ പറയാം നമുക്ക്. പക്ഷേ നമ്മൾ എന്ത് സംസാരിക്കും? പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇത് വഴി പോയപ്പോൾ ഒന്ന് കയറി, അപ്പോൾ ഷെറിനെ കുറിച്ച് ഓർത്തപ്പോൾ ഇവിടെ ഒന്ന് കയറി, അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ മാംചാൻ പറയുമ്പോൾ, എന്നാൽ അങ്ങനെ ചെയ്യാമല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം അലീനയുടെ മുഖത്ത് അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കൊച്ചെ നിനക്ക്, നീ എന്താ ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയണം. ഒന്നുമില്ലാതൊന്നുമില്ല, എന്തോ ഒരു കാര്യമുണ്ട്, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. വൈജന്തി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? വൈജന്തി മാഡം രോഹിത്തിനോട് പോയി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും രോഹിത്തിനെ ഒരുപാട് തല്ലിയൊക്കെ ചെയ്തു എന്ന് പറയും. രോഹിത്തിനെ വൈജ തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, ആ തല്ലി മുത്തശ്ശി എന്ന് പറയണം. അതെങ്കിലും അവൾക്ക് ചെയ്യാൻ തോന്നിയല്ലോ, എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എൻ്റെ മുഖത്ത് നോക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ട് എന്ന് പറയണം. പിന്നെ എങ്ങനെ മടിയില്ലാതിരിക്കും? അവളുടെ മകനല്ലേ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തേക്കുന്നത്, അത് ആരോടാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും വേറെന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാം. അപ്പോൾ അവളോട് പോകാൻ പറഞ്ഞ കാര്യം മുത്തശ്ശിയോട് തൽക്കാലം പറയുന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മനുവേട്ടനെ എങ്ങാനും അറിയിച്ചാലോ, അപ്പോൾ വീണ്ടും അത് വലിയൊരു ഇഷ്യൂ ആവത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിയോട് പറയുന്നില്ല. അതിനുശേഷം അലീന മുത്തശ്ശിക്ക് ഭക്ഷണം മരുന്നൊക്കെ കൊടുത്തിട്ട്, മുത്തശ്ശി എനിക്ക് കുറച്ച് ജോലിയോടെ ഉണ്ട്, ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന അലക്കാനുള്ള സാധനങ്ങളൊക്കെ മുകളിൽ ബബിതയുടെ റൂമിലും രോഹിത്തിൻ്റെ റൂമിലൊക്കെ പോയിട്ട് അലക്കാനുള്ളതൊക്കെ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറിയ സമയത്ത് തന്നെ അലീനയ്ക്ക് ആ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അലീന ഇങ്ങനെ ആകെ ഭയന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. കാരണം അത്രയും ഒരു വലിയ സംഭവമാണല്ലോ ആ റൂമിൽ വെച്ച് നടന്നത്. അതിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓർത്തിട്ടുള്ള ഒരു സമാധാനം ഒക്കെ തോന്നുകയാണ്. അങ്ങനെ അലീന ഡ്രസ്സൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് രോഹിത് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നുട്ടോ. അങ്ങനെ സ്റ്റെയർ കേസിൽ വെച്ചിട്ട് അവർ തമ്മിൽ സംസാരം ഉണ്ടാവുകയാണ്. അലീനയുടെ മുഖത്ത് നല്ല ദൃഢവിശ്വാസമാണ്, കാരണം ബോൾഡായിട്ടാണ് നിൽക്കുന്നത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. രോഹിത് ആണെങ്കിൽ അലീനയെ കണ്ടതും വളരെ ദേഷ്യത്തോട് കൂടിയിട്ട്, അലീന അവനോടൊന്നും സംസാരിക്കാതെ പോവാൻ നിൽക്കുമ്പോൾ അവൻ മുന്നിൽ കയറി നിൽക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. നീ അമ്മയോട് എല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ, അതേ പറഞ്ഞു കൊടുത്തു എന്ന് പറയണം അലീന. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ എന്തിനാണ് അമ്മയോട് പറഞ്ഞു കൊടുത്തത്, ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ അനുസരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കാണ്. നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തിനാ അനുസരിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ടുപോവാൻ, എന്നാലേ നിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ നീ അത് അനുസരിക്കുന്നില്ല, നീ ഇപ്പോഴും അവനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് രോഹിത്തിനോട് അലീന. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, വീണ്ടും പറയാണ്, ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതാണ് ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ടേക്ക്, എന്നാലേ നീ രക്ഷപ്പെടൂ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ പറയാൻ നീ ആരാടി, എന്നെ ഉപദേശിക്കാൻ നീ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, ആ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ ആരാണെന്ന് അറിയാത്തത് മറ്റുള്ളവർക്കാണ് എന്ന് പറയട്ടോ. നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് എനിക്കെന്ത് നേടാനാണ്, എനിക്കെന്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ചെയ്തു പോയ തെറ്റോർത്തിട്ട് നിനക്ക് കുറ്റബോധം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിന് കുറ്റബോധം, എനിക്ക് എന്തിനു വേണം, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ, ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, നീ ഏതായാലും എല്ലാം അമ്മയോട് പറഞ്ഞു കൊടുത്തില്ലേ, അമ്മ വന്ന് എന്നെ ഒരുപാട് തല്ലി, പക്ഷെ എനിക്കതൊന്നും വിഷമമില്ല എന്ന് പറയണം. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞു, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയണം. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇത്രയും നാളും ഇത്രയും നിങ്ങൾ ചെയ്ത കാര്യമൊക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇനി നീ ആ ഹരിയുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെ ക്ഷമിച്ചാലും എൻ്റെ അമ്മ എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിക്കത്തില്ല, അതിന് ഞാൻ പകരം ചോദിക്കുന്നത് തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല രോഹിത്തെ, നീ വെറും ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ, അതെനിക്ക് നന്നായിട്ടറിയാം,
ഹരിയുടെ ബലത്തിലാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്. ഹരി നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവനെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ഒരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഇങ്ങനെ അലീന പറയുമ്പോൾ ഒന്ന് പോടി അവിടുന്ന്, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയണം. എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. ഒരു ദിവസം നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നീ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് എന്നോട് കാല് പിടിച്ച് നീ ക്ഷമ ചോദിക്കുന്ന ഒരു ദിവസം വരും രോഹിത എന്ന് പറയുമ്പോൾ ഒന്ന് പോടി, പിന്നെ നിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ വരികയല്ലേ ഞാൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാട്ടോ. ഇനി കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്നും പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രോഹിത്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്ന സീനാട്ടോ. ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്ന സമയത്ത് അലീനയോട് ഊണൊക്കെ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ റെഡിയാണ്. നീ എന്തെങ്കിലുമൊക്കെ ജോലി വല്ലാണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പം ഏകദേശമൊക്കെ ഭേദമായി തുടങ്ങിയില്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. എന്നാൽ നീ ഭക്ഷണം എടുത്ത് വെക്കുക, ഞാൻ അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറയണം. അമ്മയുടെ ഫോൺ എന്തേ, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു അമ്മയുടെ ഫോണിലേക്ക്, എനിക്ക് കിട്ടിയില്ലല്ലോ, കോള് കണക്റ്റ് ആയില്ല എന്ന് പറയണം. അമ്മ ഇത് എവിടെയാണ് കൊണ്ടുപോയി വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതേ മോനെ ഞാൻ ഈ തലേണയ്ക്ക് അടിയിലാണ് വെച്ചേക്കുന്നത്. എന്ന് നോക്കട്ടെ അത് എന്ന് എടുത്ത് നോക്കുമ്പോൾ ഇതിന് റേഞ്ച് ഇല്ല അമ്മ, അമ്മ ഇങ്ങനെ അവിടെ ഇവിടെ കൊണ്ടുപോയി വെക്കല്ലേ, ഇവിടെ വെച്ചാൽ മതി, ഇവിടെ വെക്കുമ്പോൾ നല്ല റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ടേബിളിൽ വെക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല മോനെ എന്ന് പറയണം. അങ്ങനെ ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രൻ സൂത്രത്തിൽ കോൾ റെക്കോർഡിങ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ കോൾ റെക്കോർഡിങ്സ് എടുത്തിട്ട് അത് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാണ്, വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ടേബിളിൽ വെച്ചിട്ട് ഇവിടെ വെച്ചാൽ മതി അമ്മേ ഫോൺ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, അലീന എടുത്തു വെച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അലീന അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ നീ കഴിച്ചോ എന്ന് ചോദിക്കണം. ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കും, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ കൂടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയണം. അങ്ങനെ അലീന അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബാലചന്ദ്രൻ അലീനയോട് അങ്ങനെയാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലൊക്കെ അലീനയെ കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അലീന പ്ലേറ്റൊക്കെ എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ റൂമിലെ അവിടെ ആ ഷെൽഫിൻ്റെ ഡ്രോയറിൽ ഒരു കത്രിക ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയണം. അപ്പോൾ അലീന ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ എൻ്റെ റൂമിൽ ഡ്രോയറിൽ ഒരു കത്രിക ഉണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വാ. ആ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അലീന റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂമിലെത്തിയതും ആ ഡ്രോയർ തുറക്കുമ്പോൾ കത്രിക കണ്ടതും അലീന ആകെ ഷോക്കായി പോവാണ്. അലീനയുടെ വയറ്റിലേക്ക് അലീന കുത്തി കയറ്റിയ കത്രിക ഉണ്ടല്ലോ അതാണ്. അങ്ങനെ അത് എടുത്തുകൊണ്ട് അലീന ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വളരെ ഷോക്കായിട്ട് അത് എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കത്രിക ഏതാണെന്ന് മനസ്സിലായോ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പകച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതാണ് നീ കസേര ഇട്ട് കയറിയിട്ട് ഏതോ ഒരു നൂല് വെട്ടാൻ ശ്രമിച്ചില്ലേ, ആ സമയത്ത് നിന്റെ വയറ്റിലേക്ക് കുത്തി കയറിയില്ലേ, ആ കത്രികയാണ് ഇത് എന്ന് പറയണേ. അത് കേട്ടതും അലീന ഇങ്ങനെ പകച്ച് നിൽക്കുക കേട്ടോ. ബാലചന്ദ്രൻ സാർ എന്തേ പറഞ്ഞു വരുന്നത് എന്നോർത്തിട്ട്. അപ്പോൾ നീ എവിടെയാണ് അലീന കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, ഈ കത്രിക ഏതാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ്. ഈ കത്രിക ഉണ്ടല്ലോ ഇത് എൻ്റെ കത്രികയായിരുന്നു, ഇത് ഞാൻ എൻ്റെ മീശ വെട്ടാനൊക്കെ ആയിട്ട് ഒരു വാങ്ങിച്ചൊരു കത്രികയായിരുന്നു. പിന്നീട് രോഹിത് അത് കൈക്കലാക്കി അവൻ്റെ റൂമിൽ അവൻ്റെ ടേബിളിൽ പെൻ ഹോൾഡറിൽ കൊണ്ടുപോയി വെച്ചു. ആ കത്രികയാണ് നിന്റെ വയറ്റിലേക്ക് തുളച്ച് കയറിയത്. അപ്പോൾ നീ എവിടെയായിരുന്നു കത്രിക കൊണ്ട് നൂലൊക്കെ വെട്ടാൻ ശ്രമിച്ചത്? ഇവിടെയാണെങ്കിൽ കസേര ഒന്നും മറിഞ്ഞു വീണിട്ടില്ല, നീ ആണെങ്കിൽ കിടന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയാണ്, ഈ കത്രിക ഇരിക്കുന്നത് രോഹിത്തിൻ്റെ റൂമിലാണ്, പിന്നെ ഇത് എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പകച്ചു പോവട്ടെ, എന്ത് പറയണമെന്നറിയാതെ. അത് സാർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയട്ടോ. അപ്പോൾ സാർ എന്താ പറയണേന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അലീന, ഇതെങ്ങനെയാണ് നിൻ്റെ വയറ്റിലേക്ക് കുത്തി കയറിയത്, നീ ഇത് എന്തിനാണ് നിൻ്റെ വയറ്റിലേക്ക് തന്നെ ആഞ്ഞു കുത്തിയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന അലീനയോട് പറയുന്നുണ്ട് ഹരിയും രോഹിത്തും കൂടെ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന അങ്ങോട്ട് തകർന്നു പോവാട്ടോ. എന്നിട്ട് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അലീനയെ ചേർത്ത് പിടിച്ച് അങ്ങനെ ചേർത്ത് പിടിക്കട്ടെ. ആ സമയത്ത് അലീന പൊട്ടിക്കരയുന്നുണ്ട്. എന്ത് പറഞ്ഞ് ഇനി കൂടുതൽ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നിനക്ക് നല്ലൊരു മനസ്സ് തോന്നിയല്ലോ പോലീസിനോട് അങ്ങനൊരു മൊഴി കൊടുക്കാൻ. ശരിക്കും മറ്റാരെങ്കിലും ആണെങ്കിൽ സത്യം തുറന്നു പറഞ്ഞ് അവരെ ശിക്ഷിക്കാനേ ശ്രമിക്കുള്ളൂ, പക്ഷെ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇന്നും നിഗൂഢതയാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് സാർ അത് ഞാൻ എനിക്ക് മനുവേട്ടനെയും ബാലചന്ദ്ര സാറിനെയും ഒക്കെയാണ് ഓർമ്മ വന്നത്, ഇതൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ നാണക്കേട്. ശരിയാണ്, ഞങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെയാണ് നീ ഇത് പറയാതിരുന്നത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അലീനയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ. അതിനുശേഷം ബാലചന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രൻ അവിടെ
ബെഡിൽ ഇങ്ങനെ ആകെ ഒരു തകർന്ന ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീന അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നതാണ്. പിന്നീട് അലീന ആ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കിച്ചണിൽ പോയി തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് അതിനുശേഷം ബാലചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ അവിടെ ചെന്ന് അപ്പോഴാണ് ഓർത്തത് ഇങ്ങനെ ഫോണിൽ നിന്ന് റെക്കോർഡിങ്സ് അയച്ചിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ രേവതിക്കുട്ടി അലീനയുമായിട്ട് സംസാരിച്ചതും മനുവായിട്ട് സംസാരിച്ച റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം മനുവും അതുപോലെ അലീനയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ. പിന്നീടാണ് രേവതിക്കുട്ടിയുടെ കോള് കേൾക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയോട് പറയണം, എന്നോട് ഇവിടെ നിന്ന് മാഡം സ്വയം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞേക്കുകയാണ്, മാഡം പിരിച്ചു വിടുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, ബാലചന്ദ്ര സാറും മനുചേട്ടനൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് എന്നോട് സ്വയം പിരിഞ്ഞു പോകാൻ പറഞ്ഞേക്കുകയാണ് എന്ന് പറയട്ടോ. എന്നിട്ട് പോവാൻ തീരുമാനിച്ചോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല മോളെ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യണം, ചേച്ചി ആ മാഡത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം അങ്ങോട്ട് വെട്ടി തുറന്ന് പറഞ്ഞേക്കണം, നിങ്ങളെ 22 വർഷം മുൻപ് പെറ്റിട്ട് പോയ ആ മകളാണ് ഞാൻ, നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനും കൊതിച്ചു വന്നതാണ്, നിങ്ങൾ ഉപേക്ഷിച്ച് കടന്ന ആ മകളാണ് ഞാൻ എന്നുള്ള സത്യം അവരുടെ മുഖത്ത് നോക്കി മറ്റാരും കേൾക്കാതെ പറഞ്ഞിട്ട് വേണം ചേച്ചി ഇങ്ങോട്ടേക്ക് പോരാൻ. പിന്നീട് ഒരിക്കലും അവരെ കാണാതിരിക്കാനുള്ള വഴിയും നോക്കണം, അവർ എന്താ പറയുക വിങ്ങി പൊട്ടണം, അവർ നീറി ജീവിക്കണം പിന്നീട്, അങ്ങനെ അതാണ് അവർക്ക് കൊടുക്കാനുള്ള ശിക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഇതൊക്കെ കൂടി കേട്ട ബാലചന്ദ്രൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കിയേക്കാണ്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണെങ്കിൽ തൻ്റെ അനുജനല്ലേ അവനെ അതുകൊണ്ടാണ് ഞാൻ രക്ഷിച്ചത് എന്നുള്ളൊരു കാര്യം മാത്രമേ ബാലചന്ദ്രൻ കേട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും വൈജയന്തിയുടെ മകളാണ് എന്നുള്ളൊരു സൂചന അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ അപ്പോൾ ഉദ്ദേശിച്ചത് കുഞ്ഞിരാമൻ മേനോന് 3 ആൺമക്കളും 1 മകളും ഉണ്ടല്ലോ, അതിൽ ആരുടെ ഏതെങ്കിലും ആകാഞ്ഞാൽ മതി എന്നൊക്കെ ബാലചന്ദ്രൻ വൈജയോട് പറഞ്ഞതും ഒരിക്കലും വൈജയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇത് കേട്ടതോട് കൂടിയിട്ട് ആകെ തകർന്നു പോവാണ്. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും അത് തന്നെ കേട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യം വന്നിട്ട് ആകെ അലറി വിളിക്കണ മാതിരി ശബ്ദമൊക്കെ ഉണ്ടാക്കി അവിടെയുള്ള കസേരയൊക്കെ തട്ടി തെറിപ്പിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എല്ലാം കൂടെ ആലോചിച്ചിട്ട് ബാലചന്ദ്രൻ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയാണ്. അപ്പം മിക്കവാറും ഇത്രയും സീനുകൾ കാണിച്ചുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ ആ സത്യം അറിയുന്ന ഭാഗം കാണിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് അലീന അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്ന സീന് കാണിച്ചുകൊണ്ടായിരിക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ നോവലിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്കമിങ് എപ്പിസോഡായിട്ട് പറയുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണുമ്പോഴാണ്, പ്രൊമോ കണ്ടിട്ട് അതിനെയും കൂടി മുൻനിർത്തിയിട്ടാണ് സ്റ്റോറി പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് കുറച്ചൊക്കെ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ചില സീനുകൾ ചുമ്മാ നമ്മൾ കുറച്ച് ഇമാജിനേഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ആ സീനുകൾ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ചില സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും സംഭാഷണങ്ങളൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ബാക്കിയൊക്കെ കുറച്ചൊക്കെ ഇമാജിനേഷനാണ് എപ്പോഴും ഞാൻ പറയുന്നതാണ്. അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓരോ സ്റ്റോറിയും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടു, അതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നൊരു കമൻറ്റായിരുന്നു. എൻ്റെ ഒരു സ്റ്റോറി കേട്ടിട്ട് മറ്റൊരു ചാനലിൽ പോയിട്ട് കമൻ്റ് ഇട്ടേക്കുന്നത്, നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് അവർ ഫുള്ള് റോങ് ആയിട്ടാണ് സ്റ്റോറി പറയുന്നത്. അപ്പോൾ കുറേ അതിന് റിപ്പോർട്ട് അടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കിയപ്പോൾ കമൻറ്റ് കണ്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്റ്റോറി റോങ് ആയിട്ട് മീൻസ് കുറച്ച് ഇമാജിനേഷൻ കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ആണല്ലോ കേൾക്കുന്നത്, താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്, പിന്നീടും വന്നിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഒരു തവണ കേട്ടിട്ട് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഈ ചാനലിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ പിന്നെ നിങ്ങൾ വന്ന് കേൾക്കുന്നത്, കുറച്ച് ഇമാജിനേഷൻ കൂടി ആണെങ്കിൽ കൂടിയിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം നമ്മളെ ചാനൽ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമില്ല കേൾക്കാനെങ്കിൽ പിന്നെ കേൾക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അത്രയും ആണ് പറയാനുള്ളത്, മറ്റൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.